ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ബി എന്ന വെർബിന്റെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാന്നിധ്യത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വാചകങ്ങളാണ്. ഉണ്ടായിരിക്കുക, ബിയുടെ ഒരു അർത്ഥമാണ് ഉണ്ടായിരിക്കുക. ഇപ്പൊ ഷുഡ് ബിയുടെ കൂടെ വെച്ചാൽ ഉണ്ടായിരിക്കണം എന്ന് കിട്ടും. അത് നമ്മൾ കാണുകയുണ്ടായി. ഇപ്പൊ ഇന്ന് കാണുന്നത് നാലാമത്തെ വാചകമാണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ 3 വാചകങ്ങൾ കണ്ടു. ആദ്യത്തെ വാചകം ഐ ഷുഡ് ബി ഹിയർ. ഐ ഷുഡ് ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ ഷുഡ് ഉണ്ടെന്ന് മുമ്പിൽ എടുക്കുക. ഷുഡ് ഐ ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം. പിന്നെ മൂന്നാമത്തത് നെഗറ്റീവ്, ഐ ഷുഡ് നോട്ട് ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കരുത്. അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആയിട്ട് ഐ ഷുഡിൻ ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കരുത്. ഇന്ന് കാണുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ സിമ്പിൾ ആണ്. നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ ഈ ഷുഡിന്റെ കൊണ്ടൊന്ന് മുൻപിലിട്ടാൽ മതി. ഷുഡിൻറ്റ് ഐ ബി ഹിയർ, ഷുഡിൻറ്റ് ഐ ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണ്ടേ. അദ്ദേഹം വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് ഐ ബി ഹിയർ വെൻ ഹി കംസ്. വെൻ ഹി കംസ് പിന്നീട് പഠിക്കാം. അപ്പൊ ഇത് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാം. ഷുഡിൻറ്റ് ഐ ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണ്ടേ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഷുഡിൻറ്റ് ഐ ബി ഹിയർ, ഷുഡിൻറ്റ് ഐ ബി ഹിയർ, ഷുഡിൻറ്റ് ഐ ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് ഐ ബി ദർ, ഞാൻ അവിടെ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് ഐ ബി ഇൻ ദ ക്ലാസ് റൂം, ഞാൻ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് ഐ ബി ഇൻ ദ ഹൗസ്, ഞാൻ വീട്ടിൽ ഉണ്ടായിരിക്കണ്ടേ. നമ്മൾ ഇനി യുവിലേക്ക് പോകേണ്ട ഒരു ചാട്ടം ചാടി. ഷുഡിൻറ്റ് യു ബി ഹിയർ, ഷുഡിൻറ്റ് യു ബി ഹിയർ, നീ ഇവിടെ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് യു ബി ഹിയർ, ഷുഡിൻറ്റ് യു ബി ദർ, ഷുഡിൻറ്റ് യു ബി ദർ, ഷുഡിൻറ്റ് യു ബി ദർ, നീ അവിടെ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് യു ബി ഇൻ ദ ക്ലാസ് റൂം, നീ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് യു ബി ഇൻ ദ ഹൗസ്, നീ വീട്ടിൽ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് യു ബി ഹിയർ, ഷുഡിൻറ്റ് ഹി ബി ഹിയർ, അവൻ ഇവിടെ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് ഹി ബി ദർ, അവൻ അവിടെ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് ഹി ബി ഇൻ ദ ക്ലാസ് റൂം, അവൻ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് ഹി ബി ഇൻ ദ ഹൗസ്, അവൻ വീട്ടിൽ ഉണ്ടായിരിക്കണ്ടേ. ഷീ വെച്ചല്ലേ അവൾ. ഷുഡിൻറ്റ് ഷീ ബി ഹിയർ, അവൾ ഇവിടെ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് ഷീ ബി ദർ, അവൾ അവിടെ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് ഷീ ബി ഇൻ ദ ക്ലാസ് റൂം, ഷുഡിൻറ്റ് ഷീ ബി ഇൻ ദ ക്ലാസ് റൂം, അവൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് ഷീ ബി ഇൻ ദ ഹൗസ്, അവൾ വീട്ടിൽ ഉണ്ടായിരിക്കണ്ടേ. ഇനി ദേ വെച്ച് ഷുഡിൻറ്റ് ദേ ബി ഹിയർ, ഷുഡിൻറ്റ് ദേ ബി ഹിയർ, അവർ ഇവിടെ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് ദേ ബി ദർ, അവർ അവിടെ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് ദേ ബി ഇൻ ദ ക്ലാസ് റൂം, അവർ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് ദേ ബി ഇൻ ദ ഹൗസ്, അവർ വീട്ടിൽ ഉണ്ടായിരിക്കണ്ടേ. ഇതെല്ലാം ഒരേപോലെ തന്നെയാണ്. ഒഴുക്ക് കിട്ടണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. ഇനി ഇത് വെച്ചും പറയാം, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഇത് വെച്ചും പറയാം. ഷുഡിൻറ്റ് ഐ ബി വിത്ത് മീ, അങ്ങനെ പറയില്ല. ഷുഡിൻറ്റ് ഐ ബി വിത്ത് യു, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കണ്ടേ. അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ ആയിരിക്കണ്ടേ, അങ്ങനെ നമുക്ക് പറയാം. ഷുഡിൻറ്റ് ഐ ബി വിത്ത് ഹിം, ഞാൻ അവന്റെ കൂടെ ആയിരിക്കണ്ടേ. അല്ലെങ്കിൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് ഐ ബി വിത്ത് ഹെർ, ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് ഐ ബി വിത്ത് ദം, ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് ഐ ബി വിത്ത് രാജു, ഞാൻ രാജുവിന്റെ കൂടെ ഉണ്ടായിരിക്കണ്ടേ. ഷുഡിൻറ്റ് ഐ ബി വിത്ത് സീത, ഞാൻ സീതയുടെ കൂടെ ഉണ്ടായിരിക്കണ്ടേ. അതുപോലെ ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, ഒരേപോലെ തന്നെയാ. ഇപ്പൊ നമ്മൾ 4 വാചകങ്ങളാണ് കണ്ടത്. ഷുഡ് ബിയുടെ കൂടെ വെച്ചാൽ ഉണ്ടായിരിക്കണം, സാന്നിധ്യത്തെ കാണിക്കാൻ. മലയാളത്തിൽ നമ്മൾ ആയിരിക്കണമെന്നും ചില സ്ഥലങ്ങളിൽ പറയും, അപ്പൊ അതും ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ 4 വാചകങ്ങളാണ് കണ്ടത്. ഐ ഷുഡ് ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ ഷുഡ് ഐ ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം. നെഗറ്റീവ് ഐ ഷുഡിൻ ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കരുത്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്താണ്? ഷുഡിൻറ്റ് ഐ ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണ്ടേ. അപ്പൊ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒരാളെ കൂടി കിട്ടിയിട്ട് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ അരമണിക്കൂറെങ്കിലും മിനിമം പ്രാക്ടീസ് ചെയ്താൽ പിന്നെ ഒരിക്കലും മറക്കത്തില്ല. ഇത് അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓക്കെ, വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, കുറച്ച് വെർബ്സ് എല്ലാ ദിവസവും പഠിക്കാൻ നോക്കണേ. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങള്. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം,
പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 5ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട്. 4 രൂപങ്ങൾ, ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കാണുകയുണ്ടായി. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ ഇതിൽ നമ്മൾ 3 ഫോമേ പഠിക്കുകയുള്ളൂ, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത്, വെർബ് ബി ഒഴിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ബേസ് ഫോം പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല. അപ്പൊ ഞാൻ വായിക്കുകയാണ്. bend, 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 send, 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 spend, 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 lend, lend, lend. ഈ വാക്കുകള്, വെർബുകളെ ശ്രദ്ധിക്കുക. ഇവിടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പ്രത്യേകം പഠിക്കണം. ഇങ്ങനെയുള്ള വെർബുകളൊക്കെ ഒന്നുകിൽ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമ്മളത് വായിക്കുകയാണ്. ആർഗ്യൂ, ആർഗ്യൂഡ്, ആർഗ്യൂഡ്, അപ്പിയർ, അപ്പിയർഡ്, അപ്പിയർഡ്, avoid, avoided, avoided, boast, boasted, boasted,
bow, bowed, bowed, chase, chased, chased, cheat, cheated, cheated, confess, confessed, confessed, consider, considered, considered, discover, discovered, discovered, deceive, deceived, deceived, encourage, encouraged, encouraged, explain, explained, explained, frighten, frightened, frightened, gather, gathered, gathered, happen, 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 hate, hated, hated, imagine, imagined, imagined, inform, informed, informed, kick, kicked, kicked, kill, killed, killed, marry, married, married, melt, melted, melted, observe, observed, observed, plan, planted, planted. ഇത് നിങ്ങൾ ആവർത്തിച്ച് പഠിക്കണേ. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഇവയെല്ലാം. ഇത് നമ്മൾ പഠിക്കണം, അർത്ഥം പഠിക്കണം, അതിന്റെ പ്രത്യേകതകളും പഠിക്കണം. ഓക്കെ.